Good morning, everyone. Welcome to today's English class. So, in this class, we are continuing with the activities of Somebody's Mother. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംബഡീസ് മദർ എന്ന പോയട്രിയാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൻ്റെ മൂന്നാമത്തെ ആക്ടിവിറ്റി മുതലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നത്. മൂന്നാമത്തെ ആക്ടിവിറ്റി ടീച്ചർ വായിക്കാം. ലുക്ക് ഇൻ ടു യുവർ ടെക്സ്റ്റ് ബുക്ക്. Look at the last words in the line 1 and line 2. They sound alike. They are rhyming words. Find out the other rhyming pairs of words in the poem. Here is a list of rhyming words. അതായത് മൂന്നാമത്തെ ആക്ടിവിറ്റി നമ്മളോട് പറയുന്നത് നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞ പോയട്രി നന്നായിട്ട് വായിക്കുക, അതിലെ റൈമിംഗ് പെയേഴ്സിനെ തിരിച്ചറിഞ്ഞ് അത് നോട്ട് ബുക്കിലേക്ക് എഴുതാം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ അതിനെപ്പറ്റി കൂടുതൽ ടീച്ചർ പറയുന്നില്ല. നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. അവിടെ തൊട്ട് താഴെ കുറച്ച് റൈമിംഗ് വേർഡ്സ് തന്നിട്ടുണ്ട്. നമ്മുടെ ഈ പോയട്രിയിലേതല്ല, അതല്ലാതെ റൈമിംഗ് ആയിട്ടുള്ള, റൈമിംഗ് ആണെന്ന് പറയണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷനാണ് വേണ്ടത്? ആ വാക്കുകളുടെ അവസാനത്തെ സൗണ്ട് സെയിം ആയിരിക്കണം അല്ലേ? ടീച്ചർ എല്ലാം വായിക്കുന്നില്ല. സി ബി, ലൂസ് ഷൂസ്, ആൻഡ്സ് പാൻസ്, സ്പ്രെഡ് ബ്രെഡ്, ടൈറ്റ് ബൈറ്റ്. ഇപ്പോൾ എല്ലാ വേർഡിൻ്റെയും ഇങ്ങനെ അവസാനിക്കുന്ന ഓരോ പെയറിൻ്റെയും ലാസ്റ്റ് സൗണ്ട് ഒരുപോലെയാണ്. അപ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് തന്നിരിക്കുന്നു. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: റൈറ്റ് എ ഫ്യൂ ലൈൻസ് ഓഫ് യുവർ ഓൺ യൂസിങ് സം ഓഫ് ദീസ് വേർഡ്സ് ഓർ അതർ റൈമിംഗ് വേർഡ്സ് ഓഫ് യുവർ ചോയ്സ്. ഇതിൽ തന്നിട്ടുള്ള റൈമിംഗ് വേർഡ്സ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈമിംഗ് പെയേഴ്സ് ഉപയോഗിച്ചോ 2 വരിയിൽ അർത്ഥം പൂർണ്ണമാകുന്ന അവസാനം ഇത്തരത്തിൽ റൈമിംഗ് പെയേഴ്സ് വരുന്ന 2 വരി കവിത ഉണ്ടാക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടുള്ളത്. അപ്പം ഇത്തരത്തിൽ ഈ 2 വരിയിൽ അവസാനിക്കുന്ന റൈമിംഗ് പെയേഴ്സ് ഉള്ള കവിതകളെ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് കപ്ലെറ്റ്. അവിടെ കപ്ലെറ്റ് എന്താണെന്ന് തൊട്ടപ്പുറത്ത് എഴുതിയിരിക്കുന്നു. എ കപ്ലെറ്റ് ഈസ് എ പെയർ ഓഫ് ലൈൻസ് ഇൻ പോയട്രി ദാറ്റ് റൈം വിത്ത് ഈച്ച് അതർ. 2 വരികൾ മാത്രമുള്ള അവസാനം റൈമിംഗ് വേർഡ്സ് ഉള്ള കുട്ടി കവിതകളെയാണ് നമ്മൾ കപ്ലെറ്റ് എന്ന് പറയുന്നത്. COUPLET കപ്ലെറ്റ്. ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. 4 days I keep a true wish that should learn to catch fish. അവിടുത്തെ റൈമിംഗ് പെയേഴ്സ് നോക്കൂ. വിഷ്, ഫിഷ്, 2 വരിയേ ഉള്ളൂ. ആ 2 വരിയിൽ തന്നെ അർത്ഥം പൂർണ്ണമാകുന്നു. അവസാനത്തെ 2 വാക്കുകൾ റൈമിംഗ് ആണ്. ആ 2 വരിയുടെ അർത്ഥം എന്താണ്? ഒരുപാട് നാളായി എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. അതെന്താണ്? മീൻ പിടിക്കാൻ പഠിക്കണം എന്നുള്ളതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അർത്ഥം പൂർണ്ണമാകുന്നു. അതേപോലെ തന്നെ 2 വരികളേ ഉള്ളൂ. അവസാനം റൈമിംഗ് പെയേഴ്സുമുണ്ട്. ഈ 3 കണ്ടീഷനുകളുമായാൽ നമുക്കതിനെ കപ്ലെറ്റ് എന്ന് വിളിക്കാം. ഇനി നിങ്ങളോട് ഇതുപോലെയുള്ള 2 വരി കവിതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 2-3 കവിതകൾ ടീച്ചർ ഈ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾ സ്വന്തമായി 2-3 നോട്ട് ബുക്കിലേക്ക് എഴുതുക കൂടി വേണം. ശരി, നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. ആക്ടിവിറ്റി നമ്പർ 5. റീഡ് എൻ അക്രോസ്റ്റിക് പോയം അബൌട്ട് മദർ. ഇനി നമ്മൾ കപ്ലെറ്റ് പഠിച്ചു, അതുപോലെ അടുത്ത ഒരു ടേമാണ് അക്രോസ്റ്റിക് പോയട്രി. അക്രോസ്റ്റിക് പോയട്രി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ആദ്യം വായിക്കാം. An acrostic poem is one in which the initial letter of each line spells out a word or a phrase. നിങ്ങൾക്ക് ഉദാഹരണം കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. അവിടെ മദറിനെ പറ്റിയുള്ള ഒരു അക്രോസ്റ്റിക് പോയട്രിയാണ് എഴുതിയിട്ടുള്ളത്. എന്താണ് അതിൻ്റെ പ്രത്യേകത? മദർ എന്ന് താഴേക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിരിക്കുന്നു. എന്നിട്ട് M ആണ് ആദ്യത്തെ അക്ഷരം അല്ലേ? അത് വെച്ച് തുടങ്ങുന്ന ഒരു വാക്കുകൊണ്ട് ആദ്യത്തെ വരി, O ആണ് അടുത്തത്, അത് വെച്ച് തുടങ്ങുന്ന രണ്ടാമത്തെ വരി. അപ്പോൾ എത്ര സ്പെല്ലിംഗ് ഉണ്ടോ അത്രയും വരികൾ. ആ സ്പെല്ലിങ് ആദ്യത്തെ ആ വരികളുടെ ആദ്യത്തെ അക്ഷരങ്ങൾ ചേർത്ത് വെച്ചാൽ നമുക്ക് ആ പോയട്രിയുടെ ടൈറ്റിൽ കിട്ടും. ഈ രീതിയിൽ നമ്മൾ എഴുതുന്ന പോയട്രികളെയാണ് അക്രോസ്റ്റിക് പോയട്രി എന്ന് പറയുന്നത്. അക്രോസ്റ്റിക് പോയട്രീസിനും 1-2 എക്സാമ്പിളുകൾ ടീച്ചർ അയച്ചു തരാം. നിങ്ങളത് നോട്ട് ബുക്കിലേക്ക് കോപ്പി ചെയ്യുക. നിങ്ങൾ അതിനുശേഷം നിങ്ങളുടെ സ്വന്തം പേര് നോട്ട് ബുക്കിലേക്ക് എഴുതുക. എന്നിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങളെ പറ്റിയുള്ള ഒരു അക്രോസ്റ്റിക് പോയട്രി എഴുതാം. ഹോപ്പ് യു വിൽ ഡു ഇറ്റ്. സോ നമ്മുടെ ആ ഒരു പോയട്രി കഴിഞ്ഞു. നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക്, അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് പോവാം. ദ വുഡൻ കപ്പ്. We all love our parents. Don't you also love your grandparents? What do they do for you?
വാട്ട് ഡു യു ഡു ഫോർ ദം? നമ്മൾ സ്നേഹത്തെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയതല്ലേ. നമ്മൾ അമ്മയെക്കുറിച്ചുള്ള സ്നേഹത്തിനെ പറ്റി പറഞ്ഞു, മറ്റൊരു പാരൻറ്റിനോട് അല്ലെങ്കിൽ മറ്റൊരു അമ്മയോട് ഒരു കുട്ടികളുടെ സ്നേഹത്തിനെ കുറിച്ച് നമ്മളൊരു കവിത പഠിച്ചു. ഇനി ഇവിടെ ഗ്രാൻഡ് പാരൻസിനെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഇല്ലെങ്കിലും ചില കുട്ടികളുടെ വീട്ടിലെങ്കിലും ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവും. മുത്തശ്ശിയോ അച്ചച്ചനോ അച്ചമ്മയോ അമ്മൂമ്മയോ ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ മുത്തശ്ശിയോട് പെരുമാറുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത്? അവരെ നിങ്ങൾ സഹായിക്കാറുണ്ടോ? അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണുള്ളത്? ആ ബുദ്ധിമുട്ടുകളിലൊക്കെ നിങ്ങൾ സഹകരിക്കാറുണ്ടോ? അവരെ കൂടെ സമയം ചിലവഴിക്കാറുണ്ടോ? അവരെ സന്തോഷിപ്പിക്കാറുണ്ടോ? അപ്പം ഇത്തരത്തിലുള്ള വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള നല്ല രസമുള്ള ഒരു സ്റ്റോറിയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്, ദ വുഡൻ കപ്പ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് തന്നെ നോക്കിയിരിക്കാം. Once upon a time, in far off Italy, there was a little boy whose name was Robertino. He loved his grandfather very much. The little boy and the old man were good friends. They spent much time together. Robertino loved to sit on his grandfather's knee and listen to the stories he told him. Grandfather was a wonderful storyteller, and oh, the stories he told! Fairy tales and exciting hunting stories like the one in which grandfather himself had once caught an eagle. There was a strong bond of love between the two. എന്താ മനസ്സിലായത്? പണ്ട് ഇറ്റലിയിൽ ഒരു ചെറിയ കുട്ടിയും ഒരു ചെറിയ കുട്ടി ജീവിച്ചിരുന്നു. അവൻ്റെ പേരെന്തായിരുന്നു? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി? യെസ്, റോബർട്ടിനോ. ഹി ലവ്ഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ വെരി മച്ച്. റോബർട്ടിനോയ്ക്ക് അവൻ്റെ മുത്തശ്ശനെ ഒരുപാട് ഇഷ്ടമാണ്. ദ ലിറ്റിൽ ബോയ് ആൻഡ് ദ ഓൾഡ് മാൻ വർ ഗുഡ് ഫ്രണ്ട്സ്. ആ ചെറിയ കുട്ടിയും മുത്തശ്ശനും വളരെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ദി സ്പെൻഡ് മച്ച് ടൈം ടുഗെദർ. അവർ ഒരുമിച്ച് ഒരുപാട് സമയം ചിലവഴിക്കുമായിരുന്നു. റോബർട്ടിനോയ്ക്ക് അവൻ്റെ മുത്തശ്ശൻ്റെ മടിയിലിരുന്ന കഥ കേൾക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇനി ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് വളരെ നല്ല ഒരു സ്റ്റോറി ടെല്ലറായിരുന്നു. എ വണ്ടർഫുൾ സ്റ്റോറി ടെല്ലർ. ആൻഡ് ഓ, ദ സ്റ്റോറീസ് ഹി ടോൾഡ്. അദ്ദേഹം പറയുന്ന കഥകൾ കേൾക്കണം. And like one in which grandfather himself had caught an eagle. അതിലൊരു കഥ ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള പല തരത്തിലുള്ള കഥകളാണ് പറയുന്നത്. ഫെയറി ടേൽസ് അല്ലേ, ഫെയറി ടേൽസ് പറഞ്ഞു തരും. മുത്തശ്ശൻ പണ്ട് തന്നെ ഹണ്ടിങ് സ്റ്റോറീസ് പറഞ്ഞു തരും. അതിലൊരു കഥ മുത്തശ്ശൻ തന്നെ പണ്ട് ഒരു ഓളിനെ പിടിക്കാൻ, അതായത് ഒരു ഈഗിളിനെ, ഒരു കഴുകനെ, ഒരു പരുന്തിനെ പിടിച്ച ഒരു കഥയാണ് അതിലെ ഒരു കഥ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് നല്ല കഥകൾ മുത്തശ്ശൻ റോബർട്ടിനോയ്ക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. There was a strong bond of love between the two. രണ്ടുപേരും തമ്മിൽ നല്ലൊരു ആത്മബന്ധം തന്നെ ഉണ്ടായിരുന്നു. Grandfather had come to live with Robertino's parents when grandmother died 3 years before. ഈ റോബർട്ടിനോയുടെ ഗ്രാൻഡ് ഫാദർ 3 വർഷം മുമ്പ് മുത്തശ്ശി മരിച്ചപ്പോഴാണ് റോബർട്ടിനോയുടെ പാരൻസിൻ്റെ കൂടെ താമസിക്കാനായിട്ട് വീട്ടിലെത്തിച്ചേർന്നത്. റോബർട്ടിനോസ് മദർ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ലോൺലിനെസ് ഓഫ് ദ ഓൾഡ് മാൻ. പക്ഷേ റോബർട്ടിനോട് അമ്മയ്ക്ക് നമ്മുടെ ഈ പാവം മുത്തശ്ശൻ്റെ ഏകാന്തത മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. സംടൈംസ് ഹി വാസ് വെരി ഇംപേഷ്യൻറ്റ് വിത്ത് ഹിം. ചില സമയത്തൊക്കെ വളരെ ഇംപേഷ്യൻറ്റ്, അക്ഷമയായിട്ടാണ്, തീരെ ക്ഷമ കാണിക്കാതെയാണ് മുത്തശ്ശനോട് അവർ പെരുമാറിയിരുന്നത്. എസ്പെഷ്യലി പ്രത്യേകിച്ച് ഓൺ ദോസ് ഡേയ്സ് വെൻ ഹിസ് ഹാൻഡ് ഷുക്ക് ആൻഡ് ഹി കുഡ് ഡ്രോപ്പ് വാട്ട് ഹി വാസ് ഹോൾഡിങ്. അദ്ദേഹത്തിൻ്റെ ഈ വയസ്സായവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അവരുടെ ഹാൻഡ്സ് ഒക്കെ പെട്ടെന്ന് ഷേക്കാം, അതായത് പെട്ടെന്ന് കൈ വിറയ്ക്കുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ദിവസങ്ങളിൽ എപ്പോഴാണോ അദ്ദേഹത്തിൻ്റെ കൈകൾ വിറച്ച് കൈകളിലുള്ള എന്തെങ്കിലും ഒരു സാധനം താഴെ വീണ് പൊട്ടുന്നത്, അന്നത്തെ ദിവസം തീർത്തും അക്ഷമയായിട്ടാണ്, വളരെ ദേഷ്യത്തോടു കൂടിയാണ് ഗ്രാൻഡ് മദറിൻ്റെ, നമ്മുടെ റോബർട്ടിനോയുടെ അമ്മ ഗ്രാൻഡ് ഫാദറിനോട് പെരുമാറിയിരുന്നത്. One night at dinner, grandfather lifted his cup to drink his coffee. അങ്ങനെ ഒരു ദിവസം രാത്രി ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗ്രാൻഡ് ഫാദർ എന്തു ചെയ്തു? അദ്ദേഹത്തിൻ്റെ കോഫി കുടിക്കുന്നതിന് വേണ്ടി ആ കപ്പ് ഉയർത്തി. ഹിസ് പുവർ ഓൾഡ് ഹാൻഡ് ഷുക്ക്. അദ്ദേഹത്തിൻ്റെ പാവപ്പെട്ട കൈകൾ വല്ലാതെ വിറയ്ക്കാനായിട്ട് തുടങ്ങി. ആൻഡ് ദ കോഫി സ്പിൽഡ് ഓൺ ദ ക്ലീൻ വൈറ്റ് ടേബിൾ ക്ലോത്ത്. എന്നിട്ട് ആ കോഫി എവിടെയാണ് വീണത്? സ്പിൽഡ് എന്ന് പറഞ്ഞാൽ പരന്നു, സ്പ്രെഡ് ഔട്ട് എന്നാണ് അർത്ഥം. എഴുതി വെച്ചോളൂ കേട്ടോ. ഓൺ ദ ക്ലീൻ വൈറ്റ് ടേബിൾ ക്ലോത്ത്. വെളുത്ത് വൃത്തിയുള്ള വെള്ള നിറത്തിലുള്ള ടേബിൾ ക്ലോത്തിൻ്റെ മുകളിലൂടെയാണ് നമ്മുടെ ഈ കോഫി പരന്നൊഴുകിയത്.
The cup falling from his hands broke into many pieces. അത് മാത്രമല്ല ആ കപ്പ് തന്നെ പൊട്ടിപ്പോയി മുഴുവനായി. റോബർട്ടിനോസ് മദർ സ്പോക്ക് ആംഗ്രിലി ടു ദ ഓൾഡ് മാൻ. റോബർട്ടിനോട് അമ്മയ്ക്ക് ഇത് തീർത്തും ക്ഷമിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. ഒരു വളരെ ദേഷ്യപ്പെട്ട് ഗ്രാൻഡ് ഫാദറിനോട് സംസാരിക്കേണ്ടായി. ഗ്രാൻഡ് ഫാദർ നെവർ സെഡ് എ വേർഡ് ഇൻ റിപ്ലൈ. അദ്ദേഹം ഒരിക്കൽ പോലും മറുപടിയായി ഒരു വാക്കുപോലും പറഞ്ഞിരുന്നില്ല. ബട്ട് ഓൺലി ലുക്ക്ഡ് അറ്റ് ഹെർ വിത്ത് സാഡ്നെസ് ഇൻ ഹിസ് ഐസ്. സങ്കടത്തോടുകൂടി സങ്കടം നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് അവരെ നോക്കുക മാത്രമാണ് ഗ്രാൻഡ് ഫാദർ ചെയ്തത്. റോബർട്ടിനോ വാസ് ഓൾസോ വെരി അൺഹാപ്പി. റോബർട്ടിനോയ്ക്ക് ഇതൊട്ടും സഹിക്കാൻ പറ്റുന്നതല്ല. അവനും വളരെ അൺഹാപ്പി ആയിരുന്നു. അവന് തീർത്തും സങ്കടമായിരുന്നു. എന്തുകൊണ്ടാണ്? അവന് ഗ്രാൻഡ് ഫാദറിനെ ഒരുപാട് ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ ഗ്രാൻഡ് ഫാദറിനെ ചീത്ത പറയുന്ന അവൻ ഇഷ്ടപ്പെടുമോ? ഇല്ല. പുവർ ഡിയർ ഗ്രാൻഡ് ഫാദർ. അവൻ്റെ ഗ്രാൻഡ് ഫാദറിനെ ആലോചിച്ച് അവൻ ഒരുപാട് സങ്കടം തോന്നുമായിരുന്നു. നെക്സ്റ്റ് പേജ്. After that, grandfather had to eat all alone at the little table in the kitchen. അപ്പോൾ എന്ത് ചെയ്തു? എന്താണ് ഉണ്ടായത്? ഗ്രാൻഡ് ഫാദറിന് അതിനുശേഷം ഒറ്റയ്ക്ക് അടുക്കളയുടെ ഉള്ളിൽ ഒരു ചെറിയ ടേബിൾ മേലിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടതായിട്ട് വന്നു. There was sadness in his eyes when he heard about this new arrangement. അമ്മയുടേതായിരുന്നു ഈ ഒരു പുതിയ തീരുമാനം. അതായത് എല്ലാവരും കൂടി ഒരുമിച്ച് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ട. എന്ത് ചെയ്താൽ മതി? അടുക്കളയിലുള്ള ചെറിയ മേശയിൽ ഒറ്റയ്ക്ക് ഗ്രാൻഡ് ഫാദർ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ മതിയെന്ന് റോബർട്ടിനോടെ അമ്മ ഒരു പുതിയ അറേഞ്ച്മെന്റ് ഉണ്ടാക്കി. അപ്പം അദ്ദേഹത്തിന് ഇത് ഇഷ്ടപ്പെട്ടോ? ഇല്ല. ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അദ്ദേഹത്തിന് വളരെ സങ്കടമുള്ള ഒരു കാര്യമായിരുന്നു. There was sadness in the gentle smile he gave his grandchild. തൻ്റെ ചെറുമകനോട് റോബർട്ടിനോയോട് കാണിക്കുന്ന ചിരിയിൽ പോലും അദ്ദേഹത്തിൻ്റെ സങ്കടം നമുക്ക് കാണാമായിരുന്നു. As soon as Robertino finished his dinner, എപ്പോഴാണോ റോബർട്ടിനോ തൻ്റെ ഡിന്നർ അവസാനിപ്പിക്കുന്നത്, he would run into the kitchen. അവൻ അടുക്കളയിലേക്ക് ഓടിപ്പോകുമായിരുന്നു. എന്തിനു വേണ്ടിയാണ്? To be with the old man he loved so much. അവൻ ഒരുപാട് സ്നേഹിക്കുന്ന ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ ഇരിക്കാനായി ഭക്ഷണം കഴിഞ്ഞ ഉടനെ അവൻ അടുക്കളയിലേക്ക് ഓടുമായിരുന്നു. And the kitchen became a beautiful land where there was no pain and no sadness. അവൻ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ കിച്ചൺ എന്തായി മാറും? സങ്കടങ്ങളും വേദനകളും പരാതികളും ഒന്നുമില്ലാത്ത ഒരു വണ്ടർഫുൾ ലാൻഡായിട്ട് അത് മാറും. There the old man and the little child could move about happily hand in hand. അപ്പോൾ അവരുടേതായിട്ടുള്ള ലോകത്ത് മുത്തശ്ശനും പേരക്കുട്ടിക്കും സന്തോഷത്തോടു കൂടി കഴിയാനുള്ള നിമിഷങ്ങളാണ് അവർക്ക് അവിടെ കിട്ടിയത്. അവിടെ അടുക്കള ഒരു ഭംഗിയുള്ള സ്ഥലമായി മാറുന്നു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടു പേർക്കും ഒരുമിച്ചിരിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ടാവുന്നു. അതിനെ സൂചിപ്പിക്കാനാണ് ചെറിയ കിച്ചൺ ഒരുമിച്ചാകുമ്പോൾ ഒരു നല്ല വണ്ടർഫുൾ ലാൻഡായിട്ട് മാറുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടൈം വെന്റ് ഓൺ. ഒരുപാട് സമയം കടന്നുപോയി. ഗ്രാൻഡ് ഫാദർ ഗ്രൂ ഓൾഡർ ആൻഡ് വീക്കർ. ഗ്രാൻഡ് ഫാദർ അദ്ദേഹം ഒരുപാട് പ്രായം കൂടിക്കൂടി വന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശക്തി ക്ഷയിച്ചും വന്നു. ഹിസ് ഹാൻഡ് ഷുക്ക് മോർ ആൻഡ് മോർ. അങ്ങനെ ആവുമ്പോൾ അദ്ദേഹത്തിന്റെ കൈ വിറയ്ക്കുന്നത് നിൽക്കുമോ? ഇല്ല, അത് കൂടിക്കൂടി വന്നു. വൺ നൈറ്റ്, ഒരു ദിവസം രാത്രി, ആസ് ഹി സാറ്റ് ഓൾ അലോൺ ഇൻ ദ കിച്ചൺ, അദ്ദേഹം ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹിസ് ഹാൻഡ് ഷുക്ക് ആൻഡ് ഡ്രോപ്ഡ് ഹിസ് കപ്പ് ഓഫ് സൂപ്പ്. എന്തു സംഭവിച്ചു? അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന സൂപ്പിന്റെ കപ്പ് താഴെ വീണ് പൊട്ടി. ദ കപ്പ് ബ്രോക്ക് ഇൻ ടു മെനി പീസസ്. 100 കഷ്ണങ്ങളായത് ചിന്നിച്ചിതറി. Robertino's parents rushed to the kitchen and saw the spilled soup on the clean floor. ശബ്ദം കേട്ടയുടനെ റോബർട്ടിനോയുടെ അച്ഛനും അമ്മയും അടുക്കളയിലേക്ക് ഓടി. അപ്പോൾ അവരെന്താ കണ്ടത്? സ്പിൽഡ് സൂപ്പ്. സ്പില്ലിന്റെ പാസ്റ്റാണ് സ്പിൽഡ്. ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഫ്ലോറിൽ പരന്നൊഴുകി കിടക്കുന്ന സൂപ്പും പൊട്ടിയ കപ്പിന്റെ കഷ്ണങ്ങളുമാണ് അവർ അവിടെ കണ്ടത്. റോബർട്ടിനോ വാസ് അപ്സെറ്റ്. റോബർട്ടിനോയ്ക്ക് അപ്പം തന്നെ സങ്കടമായി. കാരണം തൻ്റെ അമ്മ മുത്തശ്ശനെ വഴക്ക് പറയുമെന്ന് അവൻ അറിയാമായിരുന്നു. ഹിസ് മദർ സ്പോക്ക് മോർ ആംഗ്രിലി ദാൻ ഷീ ഹാഡ് എവർ ഡൺ ബിഫോർ. ഇതുവരെ സംസാരിച്ചതിൽ വെച്ച് ഏറ്റവും മോശമായാണ്, അതിൽ ഏറ്റവും ദേഷ്യത്തോടു കൂടിയാണ് റോബർട്ടിനോടെ അമ്മ അന്ന് അദ്ദേഹത്തിനോട് സംസാരിച്ചത്. ദ ഓൺലി തിങ് ടു ഡു, ഷീ സെഡ്, വാസ് ടു ഗിവ് ദ ഓൾഡ് മാൻ എ വുഡൻ കപ്പ്. ഇനി ഇദ്ദേഹത്തിന് വേറൊന്നും ചെയ്യാനില്ല. ഇദ്ദേഹത്തിന് നമുക്കൊരു പഴയ വുഡൻ കപ്പ്, മരം കൊണ്ടുണ്ടാക്കിയ ഒരു കപ്പ്,
അതാകുമ്പോൾ താഴെ വീണുടയില്ലല്ലോ, അത് മാത്രമേ ഇനിയൊരു പരിഹാരമുള്ളൂ എന്ന് റോബർട്ടിനോയുടെ അമ്മ പറഞ്ഞു. She didn't want her dishes to break just because he had become so careless. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? ഇദ്ദേഹം വളരെ കെയർലെസ് ആയതുകൊണ്ട് തൻ്റെ പാത്രങ്ങളെല്ലാം വീണുടയുന്നത് അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ട് അവരെന്ത് തീരുമാനിച്ചു? അദ്ദേഹത്തിന് ഒരു വുഡൻ കപ്പ് കൊടുക്കാൻ തീരുമാനിച്ചു. Suddenly the child went over to the fireplace where his mother had swept the pieces of the cup. Swept എന്ന് പറഞ്ഞാൽ സ്വീപ്പിൻ്റെ, അതായത് തുടച്ച് അല്ലെങ്കിൽ അടിച്ചു വാരിക്കൊണ്ട് കളയുക എന്നൊക്കെ അർത്ഥം. പെട്ടെന്ന് നമ്മുടെ റോബർട്ടിനോ എങ്ങോട്ടേക്ക് ഓടി? ഫയർ പ്ലേസ്, നമ്മൾ തീയൊക്കെ കത്തിക്കുന്ന സ്ഥലമില്ലേ, അവിടേക്ക് ഓടി. എന്തിനാണ്? അവിടെയാണ് ഈ കപ്പിന്റെ കഷ്ണങ്ങളെല്ലാം അടിച്ചു വാരി അമ്മ കൊണ്ടുപോയിട്ടത്. ഹി പിക്ക് ദ പീസസ് കെയർഫുള്ളി. ഓരോ കഷ്ണവും ശ്രദ്ധയോടുകൂടി അവൻ പെറുക്കിയെടുത്തു. ആൻഡ് ബിഗാൻ ടു പുട്ട് ദം ടുഗെദർ. അവ ഒന്നിച്ചു ചേർക്കാനായിട്ട് തുടങ്ങി. സൂൺ ദ കപ്പ് സീം ടു ദ വോൾ. ഇപ്പോൾ ആ കപ്പ് അങ്ങനെ ഓരോന്നിന്റെ മുകളിൽ ഓരോന്നായി ചേർത്ത് വെച്ച് ആ കപ്പിന്റെ മാതൃക അവൻ ഉണ്ടാക്കി. Then he took a small piece of wood from the fireplace. ഇനി ആ തീ കത്തിക്കുന്ന സ്ഥലത്ത് നിന്നും ഒരു മരക്കഷ്ണം അവൻ എടുത്തു. ആൻഡ് ബിഗാൻ ടു ചിപ്പ് ഇറ്റ്. ചിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുക എന്നാണ് അർത്ഥം. നമ്മൾ മരം രാഗുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പം അതുപോലെ അതിനെ ചിപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. He kept his eye on the earthen cup as though it were a model. അവനൊരു മരത്തടി എടുത്ത് പതുക്കെ അതിനെ ഒന്ന് ഷേപ്പാക്കാനായിട്ട് തുടങ്ങി. ഏതിനെ മോഡലാക്കിക്കൊണ്ട്? നിലത്ത് വെച്ചിരിക്കുന്ന പൊട്ടിപ്പോയ കഷ്ണങ്ങളെ വെച്ച് അവൻ ഉണ്ടാക്കിയ അതൊരു മോഡലാക്കി വെച്ചുകൊണ്ട് മരം കൊണ്ട് അവൻ എന്തോ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. വാട്ട് ആർ യു മേക്കിംഗ് റോബർട്ടിനോ ആസ്ക്ഡ് ഹിസ് മദർ ഫോൺഡ്ലി. എന്നാണ് ഫോൺഡ്ലി എന്ന് പറഞ്ഞാൽ? അതീവ സ്നേഹത്തോടു കൂടി, വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ റോബർട്ടിനോടെ അമ്മ റോബർട്ടിനോട് ചോദിച്ചു. വാട്ട് ആർ യു മേക്കിംഗ് റോബർട്ടിനോ? നീ എന്താണ് ഉണ്ടാക്കുന്നത്? ഐ ആം മേക്കിംഗ് എ വുഡൻ കപ്പ് ഫോർ യു ടു ഹാവ് വെൻ യു ഗ്രോ ഓൾഡ് ആൻസേർഡ് റോബർട്ടിനോ. എന്താണ് റോബർട്ടിനോ മറുപടി പറഞ്ഞത്? ഞാനൊരു വുഡൻ കപ്പ് ഇപ്പോഴേ തയ്യാറാക്കി വെക്കുകയാണ്. നിങ്ങൾ വയസ്സാകുമ്പോൾ എനിക്കും ഒരു വുഡൻ കപ്പ് തരേണ്ടി വരില്ലേ? കാരണം നിങ്ങൾക്കും വയസ്സാവും, നിങ്ങളുടെ കൈകളും ഇതേപോലെ ഷേക്ക് ചെയ്യും. അപ്പോൾ നിങ്ങളും എൻ്റെ വീട്ടിലെ പാത്രങ്ങൾ എറിഞ്ഞുടയ്ക്കും, അല്ലെങ്കിൽ താഴെ വീണ് പൊട്ടും. അപ്പോൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഇപ്പോഴേ ഒരു വുഡൻ കപ്പ് ഞാൻ തയ്യാറാക്കി വെക്കുകയാണ് എന്നാണ് റോബർട്ടിനോ മറുപടി പറഞ്ഞത്. റോബർട്ടിനോസ് മദർ ആൻഡ് ഫാദർ were too ashamed to look into റോബർട്ടിനോസ് eyes. റോബർട്ടിനോയുടെ കണ്ണുകളിലേക്ക് നോക്കാൻ പോലും അവർക്ക് സാധിച്ചില്ല. റോബർട്ടിനോയുടെ പാരൻസിന് സാധിച്ചില്ല. അത്രയും ashamed, അത്രയും നാണക്കേട് തോന്നി അവരുടെ പ്രവൃത്തിയിൽ. They took grandfather's arm and led him back to the dining room. ആ സംഭവത്തിന് ശേഷം അപ്പോൾ തന്നെ അവര് ഗ്രാൻഡ് ഫാദറിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് ഡൈനിങ് റൂമിലേക്ക് അദ്ദേഹത്തെ വീണ്ടും കൊണ്ടുവന്നു. ആൻഡ് സ്റ്റുഡ് നിയർ ഹിം. അദ്ദേഹത്തിന്റെ അടുത്തു തന്നെ നിന്നു. ആൻഡ് ഹെൽപ്ഡ് ഹിം ആസ് ഹി ഏറ്റ്. അദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിനെ സഹായിക്കാനും തുടങ്ങി. ഫ്രം ദാറ്റ് ടൈം ഗ്രാൻഡ് ഫാദർ നെവർ ഏറ്റ് ഓൾ അലോൺ ഇൻ ദ കിച്ചൺ. അതിനുശേഷം ഗ്രാൻഡ് ഫാദറിന് ഒറ്റയ്ക്ക് കിച്ചണിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ടതായിട്ട് വന്നിട്ടേയില്ല. ഹി സാറ്റ് ഇൻ ഹിസ് യൂഷ്വൽ പ്ലേസ് നെക്സ്റ്റ് ടു റോബർട്ടിനോ ഇൻ ദ ഡൈനിങ് റൂം. അപ്പം അദ്ദേഹത്തിന് റോബർട്ടിനോടെ തൊട്ടടുത്ത് തന്നെ ഡൈനിങ് റൂമിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് സാധിച്ചു. റോബർട്ടിനോ വാസ് ഹാപ്പി അഗെയിൻ. റോബർട്ടിനോയ്ക്ക് ഒരുപാട് സന്തോഷമായി. ഹിസ് ഗ്രാൻഡ് ഫാദർ വാസ് ലവ്ഡ് ആൻഡ് കെയർഡ് ഫോർ. തൻ്റെ ഗ്രാൻഡ് ഫാദറിന് ഒരുപാട് സ്നേഹവും പരിഗണനയും ലഭിച്ചതിൽ അവന് ഒരുപാട് സന്തോഷം തോന്നി. റോബർട്ടിനോ റിയലൈസ്ഡ് ദാറ്റ് ഹിസ് പാരൻസ് ടു വർ എക്സ്പീരിയൻസിങ് ദ ട്രൂ ഹാപ്പിനെസ് ദാറ്റ് ലവ് ആൻഡ് കൈൻഡ്നസ് ബ്രിങ്. റോബർട്ടിനോയ്ക്ക് മനസ്സിലായി, റോബർട്ടിനോ തിരിച്ചറിഞ്ഞു. റിയലൈസ്ഡ്, എന്താണ് അവൻ തിരിച്ചറിഞ്ഞത്? ഹിസ് പാരൻസ് ടു വർ എക്സ്പീരിയൻസിങ്. തൻ്റെ അച്ഛനും അമ്മയും യഥാർത്ഥ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദയയുടെയും ഒക്കെ അർത്ഥം അവരും മനസ്സിലാക്കിയെന്ന് റോബർട്ടിനോ തിരിച്ചറിഞ്ഞു. ഇതാണ് റോബർട്ടിനോയുടെ കഥ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എന്താണ് നമുക്ക് ഇതിൽ നിന്നും ലഭിക്കുന്ന ഒരു മെസ്സേജ്? വി ഓൾ ഷുഡ് ലവ് അവർ ഗ്രാൻഡ് പാരൻസ്. അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മുടെ പാരൻസിനോട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരൻസിനോട് ചെയ്യുന്നത്, അതാണ് അടുത്ത തലമുറ നമുക്ക് തിരിച്ചു തരിക എന്നുള്ളതാണ്.
ഇനി അതിൻ്റെ തൊട്ട് താഴെ കുറച്ച് എക്സസൈസസ് ഉണ്ട്. അത് ചിലതൊക്കെ നിങ്ങൾക്ക് സ്വയം എഴുതാനുള്ളതാണ്. ആദ്യത്തെ ആക്ടിവിറ്റി നോക്കൂ. നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി ഒരു പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞിരിക്കുന്നു. അതിനൊന്നും ടീച്ചേഴ്സ് പേഷ്യൻ്റെ ആവശ്യമില്ല, അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് എഴുതി നോക്കുക. നിങ്ങളുടെ സ്വന്തം ഗ്രാൻഡ് പാരൻസിനെ പറ്റി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ്, നിങ്ങളൊന്ന് എഴുതി നോക്കൂ. രണ്ടാമത്തത് നമ്മുടെ ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്കത് ഇപ്പോൾ തൽക്കാലം സാധിക്കില്ല. അതേപോലെ മൂന്നാമത്തതും റോൾ പ്ലേ ചെയ്യാനുള്ളതാണ്. നാലാമത്തത് സി ഹൗ ഹാപ്പി റോബർട്ടിനോ ആൻഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ വർ ഇൻ ദ കിച്ചൺ. ഇമാജിൻ ഹൗ ദേ സ്പെൻഡ് ടൈം വിത്ത് ഈച്ച് അതർ, ഡിസ്ക്രൈബ് സച്ച് എ സീൻ. അതായത് ഒരു ചെറിയൊരു സ്ക്രിപ്റ്റ് പോലെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതും അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമല്ല. ഇനി ഏറ്റവും താഴെ അഞ്ചാമത്തെ ആക്ടിവിറ്റിയും അത്തരത്തിൽ നിങ്ങളുടെ ഒരു ബ്യൂട്ടിഫുൾ ഒക്കേഷൻ, അതായത് നിങ്ങളുടെ വീട്ടിൽ നടന്നിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഏതെങ്കിലും ഒരു നിമിഷത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. എല്ലാം ഡിസ്ക്രിപ്ഷനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് സാധാരണ ഇതേവരെ ചോദിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇതൊന്നും നമ്മൾ ക്ലാസ്സിലാണെങ്കിലും ചെയ്യിപ്പിക്കാറില്ല. ആറാമത്തെ ആക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമ്മൾ ചെയ്യാറുണ്ട്. കാർഡ് മേക്കിംഗ് ആണ്. നമ്മൾ 6ാം ക്ലാസ്സിൽ വിശദമായിട്ട് ഗ്രാൻഡ് പാരൻസ് ഡേക്കൊക്കെ നമ്മൾ കാർഡ് മേക്കിംഗ് നമ്മൾ 6ാം ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ടായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഇക്കൊല്ലവും നമ്മളൊരു ഗ്രാൻഡ് പാരൻസ് ഡേ കാർഡ് നിർമ്മിക്കണം. നമ്മൾ തൊട്ട് മുമ്പ് കഴിഞ്ഞ ഫസ്റ്റ് പോയിട്രിയിൽ ടു മൈ മദർ എന്ന പോയിട്രിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മദേഴ്സ് ഡേ കാർഡും ടീച്ചേഴ്സ് ഡേ കാർഡും ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം അതേപോലെ ഈ ഒരു ആക്ടിവിറ്റിയിൽ നമുക്ക് ചെയ്യാനുള്ളത് ഗ്രാൻഡ് പാരൻസ് ഡേക്കുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അതും നിങ്ങൾ ഒരു കാർഡ് മേക്കിംഗ് ചെയ്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അയക്കുക. അല്ലെങ്കിൽ എല്ലാ നിറങ്ങളൊക്കെ ഉപയോഗിച്ച് നേരത്തെ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ പിക്ചർ ഉണ്ടായിരിക്കണം, ഹെഡിങ് ഉണ്ടായിരിക്കണം, അതുപോലെ ഒരു മെസ്സേജും ഉൾപ്പെടുത്തി നല്ലൊരു കാർഡ് നോട്ട് ബുക്കിൽ വരയ്ക്കും. അതപ്പോൾ 6ാമത്തെ ആക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്യാനായിട്ട് മറക്കരുത്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇനി 7ാമത്തെ ആക്ടിവിറ്റിയും നിങ്ങൾക്ക് ആ കഥ വായിച്ചു നോക്കിയിട്ട് ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു. അതിനെപ്പറ്റി നിങ്ങളുടെ കമൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ സ്വയമായിട്ട് ആ ആക്ടിവിറ്റി ചെയ്യുക. 8ാമത്തെ ആക്ടിവിറ്റി ഈ കഥയെ ഒരു 8 ചെറിയ ഫോമുകളാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 8 ചെറിയ ഇവൻറ്റുകളാക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് നിങ്ങളത് എഴുതുക എന്നാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ടീച്ചേഴ്സ് പേഴ്സണായിട്ട് തരുന്നുണ്ടായിരിക്കും. അത് നിങ്ങൾ ചെറുതാക്കി ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയാൽ മതിയാവും, നോട്ട് ബുക്കിൽ എഴുതണം എന്നില്ല. 8ാമത്തെ ആക്ടിവിറ്റിയുടെ ടീച്ചേഴ്സ് പേഴ്സൺ ടീച്ചർ തരാം, അത് നിങ്ങൾ ഇതിലേക്ക് എഴുതണം. ഇനി അതിൻ്റെ ആക്ടിവിറ്റി അത് ആ ഒരു പോയിന്റ്സ് വീണ്ടും എഴുതാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ എഴുതിക്കാറില്ല സാധാരണ, നിങ്ങൾ എഴുതേണ്ടതില്ല. ഈ വീല് മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതിയാവും. ഇനി 9ാമത്തെ ആക്ടിവിറ്റി റോബർട്ടിനോ എങ്ങനെയാണ് വീട്ടിലേക്ക് സന്തോഷം തിരികെ കൊണ്ടുവന്നത്. എങ്ങനെയാണ്? ബൈ മേക്കിംഗ് എ വുഡൻ കപ്പ് ഫോർ ഹിസ് ഓൺ പാരൻസ്. സ്വന്തം പാരൻസിന് വേണ്ടി ഒരു വുഡൻ കപ്പ് ഉണ്ടാക്കിക്കൊണ്ടാണ് തൻ്റെ വീട്ടിൽ സ്വയമായിട്ട് ആ സന്തോഷം കൊണ്ടുവന്നത്. അതാണ് ചോദ്യത്തിന് ഉത്തരം, അത്രയേ ഉള്ളൂ. ഇനി താഴെ നിങ്ങളോട് ഒരു പാരഗ്രാഫായിട്ട് എഴുതാൻ പറഞ്ഞിരിക്കുന്നു. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഇനി 10ാമത്തെ ആക്ടിവിറ്റി, അതായത് ഒരു വീട്ടിൽ സന്തോഷം വേണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ താഴെ കുറച്ച് പോയിന്റുകളൊക്കെ തന്നിട്ടുണ്ട്. ഒരു 3 പോയിന്റ് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ കണ്ടുപിടിച്ച് നിങ്ങൾ എഴുതാം. 11ാമത്തെ ആക്ടിവിറ്റി ടീച്ചർ വേണമെങ്കിൽ 2-3 പോയിന്റ്സ് എഴുതി തരാം കേട്ടോ. ഇനി 11ാമത്തെ ആക്ടിവിറ്റി ഒരു പ്രോജക്റ്റാണ് കളക്ട് ചെയ്യാനുള്ളത്, ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനുള്ളതാണ്. അതും നമ്മൾ സാധാരണ ചെയ്യാറില്ല. ഇതിലെ ആക്ടിവിറ്റികളിൽ ഏറ്റവും പ്രധാനം റോബർട്ടിനോയുടെ ക്യാരക്ടർ സ്കെച്ചാണ്. അത് ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് ടീച്ചർ തരാം. അതുപോലെ ഈ 8ാമത്തെ ആക്ടിവിറ്റി ടീച്ചേഴ്സ് വേർഷനും ടീച്ചർ തരാം. അത് മാത്രം ചെയ്താൽ മതിയാവും. ബാക്കിയുള്ളത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യാം. Hope you understood today's class. So we can meet in our next class. Thank you.